എൻ്റെ ദൈവം എൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവയെ നിന്ദിക്കാൻ തുടങ്ങുന്നു. അതെൻ്റെ കുടുംബമാകാം, എൻ്റെ കഴിവുകളാകാം, എൻ്റെ ആരോഗ്യമാകാം. ചില ദുശീലങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് സ്വന്തം ആരോഗ്യത്തെ നശിപ്പിക്കുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. യജമാനൻ ഏൽപ്പിച്ചതിനെ നമ്മൾ അടിക്കാനും നിന്ദിക്കാനും തുടങ്ങുകയാണ്. കർത്താവ് ഏൽപ്പിച്ച സമയം അലസതയോടെ ഒരു പണിയും ചെയ്യാതെ സമയം കളയുമ്പോഴേക്കും ദൈവം ഏൽപ്പിച്ചവയെ നമ്മൾ അടിക്കാനും നിന്ദിക്കാനും തുടങ്ങുകയാണ്. അപ്പൊ കർത്താവ് വരാൻ വൈകും എന്ന ചിന്ത തലേ കയറിയിട്ട് പിന്നെ അതിനെ ഇങ്ങനെ നീട്ടിവെക്കുകയാണ്. ഉത്തരവാദിത്തങ്ങൾ ഫുൾഫില്ല് ചെയ്യാതെ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തു പോവുകയാണ്. അത് അപകടമാണ്. യജമാനൻ കുറെ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടാൽ നമ്മൾ ഭാഗ്യവാന്മാർ. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? ഒരു കാരണം നീട്ടിവെക്കുന്നു. യജമാന്റെ വരവ് ഉടനെ ഉണ്ടാകില്ല. അങ്ങനെ നീട്ടിവെക്കുന്നവർ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ദൈവം ഏൽപ്പിച്ചവയെ നിന്ദിക്കുന്നു. ദൈവം ഏൽപ്പിച്ചവയെ, ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു അപകടമുണ്ട്. നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കാതിരിക്കാൻ, നിന്ദിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം എന്താ? കർത്താവ് തന്നതാണ്. നമ്മുടെ സമയം പാഴാക്കി കളയാൻ നമുക്ക് അവകാശമില്ല. കാരണം ഈ ആയുസ് കർത്താവ് തന്നതാണ്. നമ്മുടെ സമ്പത്ത് വെറുതെ ദുർവ്യയം ചെയ്ത് കളയാൻ, ദൂർത്തടിച്ച് കളയാൻ നമുക്ക് അവകാശമില്ല. കാരണം എന്താ? കർത്താവ് ഏൽപ്പിച്ചതാണ് നമുക്ക് ആ സമയം. നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെ നശിപ്പിച്ച് കളയാൻ നമുക്ക് അവകാശമില്ല. കാരണം എന്താ? കർത്താവ് സൂക്ഷിക്കാൻ നിന്നെ വിശ്വസിച്ച് നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണ് നിന്റെ ആരോഗ്യം, നിന്റെ ശരീരം. അതുകൊണ്ട് ആ ശ്രദ്ധ ഉണ്ടാകണം.